അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത ദർശനം എന്ന കൃതിയുടെ ഉപജ്ഞാതാവ്. ശങ്കരാചാര്യരുടെ കാലഘട്ടം AD 788 മുതൽ 820 വരെയാണ്. AD 788 മുതൽ 820 വരെയാണ് ശങ്കരാചാര്യരുടെ കാലഘട്ടം. അദ്ദേഹം കാലടിയിലാണ് ജനിച്ചത്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ വക്താവാണ് ശ്രീ ശങ്കരാചാര്യർ. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് വേഗം കൂട്ടിയത് ശങ്കരാചാര്യരാണ്. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് വേഗം കൂട്ടിയത് ശങ്കരാചാര്യരാണ്. പ്രചന്നബുദ്ധൻ, ഹിന്ദുമതത്തിൻ്റെ സെൻ അക്വിനാസ് എന്നീ പേരുകൾ അറിയപ്പെടുന്നു. പ്രചന്നബുദ്ധൻ, ഹിന്ദുമതത്തിൻ്റെ സെൻ അക്വിനാസ്. ശങ്കരാചാര്യർ ആത്മസാക്ഷാത്കാരത്തിനായി സ്വീകരിച്ച മാർഗം ജ്ഞാനമാർഗമാണ്. ജ്ഞാനമാർഗമാണ് ശങ്കരാചാര്യർ ആത്മസാക്ഷാത്കാരത്തിനായി സ്വീകരിച്ച മാർഗം. ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദപാദറാണ്. ഗോവിന്ദപാദറാണ് ശങ്കരാചാര്യരുടെ ഗുരു. 4 വേദങ്ങളുടെ പ്രചാരണത്തിന് ശങ്കരാചാര്യർ ഇന്ത്യയുടെ 4 ദിശകളിലായി ഓരോ മഠങ്ങൾ സ്ഥാപിച്ചു. കിഴക്കുള്ളത് ഗോവർദ്ധന മഠമാണ്. ഒഡീഷയിലെ പുരിയിൽ ഉള്ള ഗോവർദ്ധന മഠമാണ് കിഴക്ക്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഈ കിഴക്ക് ഭാഗത്തുള്ളതാണ് ഗോവർദ്ധന മഠം. ഇത് ഒഡീഷയിലെ പുരിയിലാണ്. പടിഞ്ഞാറുള്ളത് ദ്വാരകയാണ്. ഇവിടെ ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്തിലാണ് ദ്വാരക. തെക്ക് ശൃംഗേരി മഠമാണ്. തെക്ക് ഇവിടെ താഴെയാണ്. കർണാടകയിലാണ്. കർണാടകയിലെ മൈസൂരിലാണ് ശൃംഗേരി മഠം. വടക്ക് ബദ്രീനാഥാണ്. ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥാണ് വടക്ക്. അപ്പോൾ കിഴക്ക് ഗോവർദ്ധന മഠമാണ്. അത് ഒഡീഷയിലെ പുരിയിലാണ്. പടിഞ്ഞാറ് ദ്വാരകയിലാണ്. ഗുജറാത്തിലെ ദ്വാരക. തെക്ക് ശൃംഗേരി മഠമാണ്. തെക്ക് ശൃംഗേരി മഠം. അത് കർണാടകയിലെ മൈസൂരിലാണ് സ്ഥാപിച്ചത്. വടക്ക് ബദ്രീനാഥാണ്. ഉത്തരാഖണ്ഡിലാണ്. ബദ്രീനാഥാണ് വടക്ക്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ശങ്കരാചാര്യർ സമാധിയായത്. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ശങ്കരാചാര്യർ സമാധിയായത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് വിവേക ചൂടാമണി, സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, ആത്മബോധനം എന്നിവ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വിവേക ചൂടാമണി, സൗന്ദര്യലഹരി, ശിവാനന്ദലഹരി, ആത്മബോധനം എന്നിവയാണ്. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിവയാണ് ശങ്കരദർശനത്തിൻ്റെ പൊരുൾ. തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിവയാണ് ശങ്കരദർശനത്തിൻ്റെ പൊരുൾ. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല വയനാട്. വയനാടാണ് കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കേരളത്തിൻ്റെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ചെയ്ത സ്ഥലം നിലമ്പൂരാണ്. നിലമ്പൂരിലാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം തായ്ലൻഡാണ്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസ് എന്നാണ്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസ് എന്നാണ്. കേരളത്തിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്തമണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്തമണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കറുത്തമണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിൽ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. നാളികേരം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. തേങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഒരേ ഒരു ജില്ല ഇടുക്കിയാണ്. എള്ള് കൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഒറീസ. ഒറീസയാണ് ഈ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം. മറ്റ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഇവയിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ.
ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തോടു കൂടിയാണ്. ഇന്ത്യയുടെ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശിലെ അലഹബാദിന് സമീപത്തോടു കൂടിയാണ്. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണിത്. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. പൂർണ്ണമായും ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത്? നർമ്മദ. നർമ്മദയാണ് ഈ തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത്. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നദികൾ. ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നദികൾ. നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും ഇവയുടെ പോഷക നദികളും ചേർന്നാണ് ഉപദ്വീപീയൻ നദികൾ. നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും ഇവയുടെ പോഷക നദികളും ചേർന്നാണ് ഉപദ്വീപീയൻ നദികൾ. ഗോമതി, യമുന, കോസി, കെൻ, സോൺ, ഗാഗ്ര എന്നിവ ഗംഗയുടെ പോഷക നദികളാണ്. ഗോമതി, യമുന, കോസി, കെൻ, സോൺ, ഗാഗ്ര എന്നിവ ഗംഗയുടെ പോഷക നദികളാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഇന്ത്യൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ നർമ്മദയും താപ്തിയുമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് നർമ്മദയാണ്. സിന്ധു നദി ഒഴുകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ അലഹബാദിൽ വെച്ച് കൂടിച്ചേരുന്നതാണ് ത്രിവേണി സംഗമം. അടുത്തത് വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായതെന്ന്. 1923. 1923 വിശ്വേശ്വരയ്യ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതിയിലാണ്. കർണാടകയിലെ ഭദ്രാവതിയിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പ് ഉരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. സായ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലെ കേരളത്തിലെ ഉരുക്ക് നിർമ്മാണശാല നല്ലളം സ്റ്റീൽ പ്ലാന്റ് ആണ്. കോഴിക്കോട് ജില്ലയിലെ നല്ലളം സ്റ്റീൽ പ്ലാന്റ്. വിജയനഗര സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഇന്ത്യയുടെ തെക്കേയറ്റം സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത്? തൂത്തുക്കുടി. തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ തെക്കേയറ്റം സ്ഥിതി ചെയ്യുന്ന തുറമുഖം. തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ 90% തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത്. 13 പ്രധാന തുറമുഖങ്ങളുടെ ചുമതലയും മേൽനോട്ടവും കേന്ദ്ര സർക്കാരിനാണ്. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ കാൺല, മുംബൈ, മർമഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി എന്നിവയാണ്. കാൺല, മുംബൈ, മർമഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ കൊൽക്കത്ത, പാരദീപ്, വിശാഖപട്ടണം, ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി എന്നിവയാണ്. കിഴക്കൻ തീരത്തെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കൊൽക്കത്ത, പാരദീപ്, വിശാഖപട്ടണം, ചെന്നൈ, എണ്ണൂർ, തൂത്തുക്കുടി എന്നിവയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തുറമുഖങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂറാണ്. പ്രകൃതിദത്തമായ ഒരു തുറമുഖമാണ് മുംബൈ. വേലിയേറ്റ തുറമുഖം കൺലയാണ്, ഗുജറാത്തിലെ കൺല. ഇന്ത്യയിലെ പ്രകൃതിദത്ത തുറമുഖങ്ങളിൽ ഒന്നാണ് കൊച്ചിയിലേത്. 1341 പെരിയാറിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കൊച്ചി തുറമുഖം രൂപം കൊണ്ടത്.
തന്നിരിക്കുന്ന നഗരങ്ങളിൽ ഭരണനഗരത്തിൽ പെടാത്ത ഏത്? കോയമ്പത്തൂർ. കോയമ്പത്തൂരാണ് ഈ തന്നിരിക്കുന്നതിൽ ഭരണനഗരങ്ങളിൽ പെടാത്തത്. കോവൈ എന്നറിയപ്പെടുന്ന നഗരമാണ് കോയമ്പത്തൂർ. കോവൈ. ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നതും കോയമ്പത്തൂരാണ്. കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ്. കേന്ദ്ര കരിമ്പ് ഗവേഷണ കേന്ദ്രം കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് ശിരുവാണി. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാന നഗരമാണ് ഡൽഹി. ഡൽഹിയെ ദേശീയ തലസ്ഥാനമാക്കിയ വർഷം 1992 1992. ഡൽഹി നഗരത്തിൻ്റെ ശില്പി എഡിൻ ലൂട്ടിൻസ് ആണ്. എഡിൻ ലൂട്ടിൻസ്. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഭോപ്പാൽ. ഭോപ്പാൽ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിലാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസും ഭോപ്പാലിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസും ഭോപ്പാലാണ്. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനം ശ്രീനഗറാണ്. ജമ്മു കാശ്മീരിൻ്റെ ശൈത്യകാല തലസ്ഥാനം ജമ്മു ആണ്.